ശരണ്യ, ഇന്ന് എന്താണ് നമ്മുടെ മീൻ കിട്ടിയത്? ഒന്ന് കൂട്ടുകാരോട് പറഞ്ഞു. നല്ല അയല കിട്ടിയിട്ടുണ്ട്. നല്ല പച്ച അയല കിട്ടിയത്, നല്ല അടിപൊളി അയല. ഇത് വെട്ടി മുകളിൽ നമുക്ക് തല എടുത്താൽ മതി. തേച്ച് കഴിഞ്ഞ് നമ്മൾ തല എടുക്കത്തുള്ളൂ. വെട്ടി വെച്ചിരിക്കുകയാണ്. വെച്ചേക്കുന്നുണ്ട്. ഉളുമ്പെല്ലാം കളഞ്ഞ് വെച്ചേക്കുക. ഞാൻ താമസിച്ചു പോയല്ലേ അപ്പൊ വീഡിയോ എടുക്കാൻ. ഈ ഉടുപ്പ് അങ്ങനെ ഇടാറില്ലല്ലോ. ഇതെന്താണ്? ഇത് നമ്മൾ മീൻ വെട്ടുന്ന ഉടുപ്പല്ലേ? മീൻ വെട്ടുന്ന ഉടുപ്പാണ്. അങ്ങനെയൊക്കെ ഉണ്ടാ? നമ്മൾ ഇതിന്റെ ഉടുപ്പ് പിന്നെ ചീത്തയാണ്. മീൻ വെട്ടുന്ന ഉടുപ്പാകുമ്പോ നമ്മുടെ അമ്മ എന്ത്? അമ്മയുടെ ചിലപ്പോ വാഴയില വരെ എടുക്കാൻ പോയി കാണും. ഇവിടെ ഉണ്ടായിരുന്നു. ഏത് കുഴച്ച് വെച്ചിട്ടാ പോയതോടെ. ഞാനും അച്ഛനും കൂടി ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വന്ന്. പച്ചക്കറി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങായും പയറ് എല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പൊ അച്ചാറിടണം. ബീട്രൂട്ട് അച്ചാറൊക്കെ ഇടുക. എപ്പോഴെങ്കിലും ഇട്ടാൽ മതി. നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. വീഡിയോ കാണിക്കണ്ട. ശരിയെന്നാ. അപ്പൊ ശനിയൊക്കെ സുഖം. കൂട്ടുകാരെ, അമ്മ എവിടെ പോയെന്ന്? വാഴയില എടുക്കണേ. എന്തിനാണ് ശരണ്യ അമ്മ വാഴയില എടുക്കാൻ പോയെന്ന് പറഞ്ഞു? അമ്മ എന്തൊക്കെ ഇവിടെ നിന്ന് ഏതെല്ലാം ചെയ്യുന്നത്? ചക്കി എടുക്കുന്ന ഏതെല്ലാം എടുക്കുന്ന കണ്ടായിരുന്നു. എന്താന്ന് അറിയാൻ മേലോ. ശരണ്യ മീൻ വെട്ടിയായിരുന്നു. ശരണ്യൊക്കെ അറിയാം. ശരണ്യൊക്കെ അറിയാൻ മേലാത്ത പരിപാടിയൊന്നുമില്ല. എന്നിട്ട് ശരണ്യ അത് എന്നോട് പറയാതിരിക്കുക. ഞാൻ നോക്കട്ടെ, അമ്മയോട് തന്നെ ഞാൻ ചോദിക്കാം. ഞാൻ അമ്മയോട് തന്നെ ചോദിക്കട്ടെ. ശരണ്യ ആ നേരത്ത് മീൻ വെട്ടി കഴുകിയൊക്കെ ചെയ്ത് എന്തേ ഇനി ഇത് തലയൊക്കെ കളയണം. അത് ശരണ്യയുടെ ഇഷ്ടം. ശരണ്യയുടെ ഇഷ്ടമാണ്. അപ്പൊ കൂട്ടുകാരെ, ഇത് പുറത്ത് വെച്ചാണ് മീനൊക്കെ വെട്ടിയത്. ഇവിടെ കൊണ്ടുവന്ന് വെച്ച് വെള്ളത്തിൽ കഴുകുന്നു എന്നേ ഉള്ളല്ലേ. അതെ. ശരണ്യ നല്ല പുതിയ ചട്ടിയൊക്കെ മേടിച്ചു തന്നിട്ട് മീനാണ് അത് വെച്ചത്. ഈ ചട്ടി എന്തിനാണ് മേടിച്ചതെന്നൊന്നും അറിയാം. നല്ലപോലെ മോരൊക്കെ കാച്ചി വെക്കാൻ വേണ്ടിയാണ്. ഇതാവും. അതിനാണ് ഈ ചട്ടി. നമ്മള് കഞ്ഞിവെള്ളവും മറ്റേ ചേമ്പുന്താളെല്ലാം ഇട്ട് തിളപ്പിച്ച് എന്നിട്ട് എടുത്ത. അപ്പൊ അമ്മ നിവൃത്തിയിട്ട് തേക്ക് ചെയ്യാൻ പറഞ്ഞു. തന്നെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മുടെ അല്ല, വാഴയില എന്തിനാണെന്ന് ഇവിടെ ശരണ്യ അടി വെച്ചിട്ട് ശരണ്യ പറഞ്ഞില്ല. ഞാനോർത്തേ ഈ വാഴയിലേം ചോദിച്ചപ്പോ ഇനി അയില എങ്ങാനും വാഴയില പൊള്ളിക്കാനാണ്. അതെ, ഇത് ചെറുതായി. ഇതിപ്പോ അടയാണോ? ചക്ക അട. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലെ പാചകം തന്നെ ആകട്ടെ. ചക്കാട അമ്മ ചക്കാട ഇണക്കുന്ന ശരണ്യ അയിലക്കറി. എന്താണ് പറഞ്ഞത്? പിന്നെ ശരണ്യ പറഞ്ഞ അന്നും അറിയാൻ മേലെന്ന് എന്നോട് പറഞ്ഞു. അമ്മേ, ഞാൻ ചോദിച്ചിട്ട് ഈ ശരണ്യ പറഞ്ഞില്ല. അമ്മ എന്തോ വാഴയില എടുക്കാൻ പോയെന്ന് പറഞ്ഞു. ഞാനടുത്ത് വേറെ പാത്രം ഏതാണ്ട് ഇരുന്നതാണ്. ഇതെന്താണ് കാണിച്ചേ? പഞ്ചസാരയും ചക്കയും കൂടി ഏലക്കായും ജീരകവും കൂടി ഇട്ട് കുഴക്കും. പഞ്ചസാരയും ചക്കയും ഏലക്കായൊക്കെ ഇട്ട് മാവ് കുഴച്ചോണ്ടിരിക്കുകയാണ്. അടക്ക. അതെ, ശർക്കര ഇട്ട് കുഴച്ച ശരണ്യ കഴിക്കാല. പഞ്ചസാരയാണ് ഇഷ്ടം. ശരണ്യ എന്നിട്ട് ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ട് എന്നോട് പറഞ്ഞ് അറിയാൻ മേലെന്ന്. അപ്പൊ ഇതൊന്ന് കുഴച്ചൊക്കെ എടുക്കട്ടെ കൂട്ടുകാർ. ഇതേ കണ്ട, ഒന്ന് കൈമാറ്റിക്ക് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ നമ്മുടെ കണ്ട. അതെ, അങ്ങനെ കുഴച്ചൊക്കെ എടുക്കട്ടെ. അപ്പൊ
ഇതൊന്ന് കുഴച്ച് അടയാകുമ്പോ കാണിക്കാം അല്ലേ? എല്ലാവർക്കും ഒരു ഹായ് മക്കളെ. ഞാൻ മറന്നുപോയി ആദ്യം പറയാൻ. പ്രായമല്ല, ക്ഷമിച്ചേക്കണം കേട്ടോ. പ്രായാണെന്നമ്മ ക്ഷമിച്ചേക്കണേ. ശരണ്യ പറഞ്ഞില്ല കേട്ടാ ഹായ് കൂട്ടുകാരെ ഇന്ന വീഡിയോയാണെന്നൊന്നും ശരണ്യ പറഞ്ഞില്ല. ഞാൻ മീൻ വെട്ടുന്ന അത് തന്നെയല്ല ശരണ്യക്കും അറിയാൻ മേല ഞാൻ വീഡിയോയുമായിട്ട് വരുമെന്ന് പോലും അല്ലേ? പെട്ടെന്ന് വന്നേ. അതെ അതെ ഓർക്കപ്പെട്ട് വരുമ്പോ നമ്മൾ എന്താ പറയണ്ടേ അതെ. അപ്പൊ ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. ഹായ് കൂട്ടുകാരെ, ഷിജുച്ചാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ മീൻ വെട്ടുന്ന വീഡിയോ ആണ് ആദ്യത്തേത്. അത് കഴിഞ്ഞാണ് അമ്മ അട ചക്ക അട. കുഴച്ച് വെച്ച് ഇനി എല്ലാം എടുത്തിട്ടുണ്ട്. ആഹാ അപ്പൊ കണ്ട അമ്മ അതേ ഭംഗിയായിട്ടൊക്കെ കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കുറെ ഉണ്ടല്ലോ, ഇത് അട കുറെ ഉണ്ടാവുമല്ലോ. അവിടെ കണ്ണം വരുവാണെങ്കിൽ നോക്കാം. ആ വരികണ അവർക്കും കൊടുക്കല്ലോ. അതെ. ശരണ്യ മീൻ വെട്ടി തീർന്നാ? ഞാൻ മീൻ വെട്ടിയിരുന്നു. ഞാൻ ദേ മീൻ മുറിച്ചിടുക. മുറിക്കാണോ? മുറിക്കുക. ആഹാ ഇങ്ങനെ മുറിച്ചിടും. ഇന്ത്യേ ഇന്ന് ചട്ടി പൊക്കി കാണിക്കാം. അല്ലെങ്കിൽ ആ ചെറിയ ചെറിയ പീസാക്കിയ. ആ ഇവിടെ അച്ഛന് ചെറിയ പീസ ഇഷ്ടം, വലിയ പീസ ഇഷ്ടമല്ല. ഈ അയില എങ്ങനെ വെക്കാനാണ് ഉദ്ദേശം? അതിലെങ്ങനെ അതിലെ മാങ്ങയും കൂടി മുളകിൽ വെക്കാം. മുളകിൽ വെക്കാൻ പോവാം. അയില മാങ്ങ മുളകിലാണ്. മുളകിൽ വെക്കാം. ആഹാ എപ്പോഴും നമ്മൾ തേങ്ങ അരച്ചല്ലേ. നമുക്ക് മുളകിൽ വെക്കാം. അങ്ങനെ ആക്കിയല്ലേ അമ്മയും മകളും കൂടി അങ്ങനെ ആക്കി കളഞ്ഞു. അങ്ങനെ ആക്കി. സാധാരണ നമ്മൾ അയിലേക്ക് എന്ന് വെച്ചെന്നാലുണ്ടല്ലോ പിന്നെ നമുക്ക് പയറ് കേട്ടാ തോരൻ വെക്കാം. അയിലേക്ക് ഉണ്ടല്ലോ ശരണ്യ തേങ്ങ അരച്ച് അങ്ങോട്ട് മാങ്ങായൊക്കെ ഇട്ട് അങ്ങോട്ട് ഒരു അയിലക്കറി അങ്ങോട്ട് വെച്ചാ ആ ചാറുണ്ടല്ലോ നല്ല സൂപ്പർ ആയിരിക്കും. ഇത് മുളകിൽ ചാറൊന്ന് വെച്ച് നോക്കിക്ക് എങ്ങനെ ഇരിക്കാൻ അന്നേരം കാണാം. ആ മാങ്ങായിട്ട് തേങ്ങ അരച്ച് അങ്ങോട്ട് വെക്കണ അയിലക്കറിയുടെ ചാറ് ആഹാ അതങ്ങോട്ട് നാവിൽ ഇപ്പോഴും ആ പറയുമ്പോ വരുന്നുണ്ട്. അത് നമുക്ക് അങ്ങനെ വെക്കാം. വേണ്ട ഇനി മുളകിൽ ഇന്നൊരു വെറൈറ്റി ആക്കാമെന്നാണ് ശരണ്യ പറയുന്നത് മുളകൊക്കെ ഇട്ട്. എന്നാ അങ്ങനെ വെക്കാം. ആ അപ്പൊ എന്നാ അങ്ങനെ തന്നെ. വേണമെങ്കിലും ഞാൻ സമ്മതിച്ചിരിക്കും. എങ്ങനെ വേണമെങ്കിലും വെക്കാം. അപ്പൊ ഏതായാലും ദേ ശരണ്യ അയിലയൊക്കെ പെറുക്കി ഇടണുണ്ട് ഇതിലോട്ട് അല്ലേ? ചട്ടിയിൽ അയിലയൊന്നും കാണാനില്ല. ചില വലിയ അയില മേടിക്കേണ്ടതായിരുന്നു. ആ കുറഞ്ഞു പോയി. കുറഞ്ഞു പോയാ? ആ നമ്മൾ 4 പേരല്ലേ ഉള്ളു, ഇതൊക്കെ തന്നെ ധാരാളം. അപ്പൊ ഇതിനെല്ലാം വെട്ടി വെച്ചല്ല. അപ്പൊ അതേ കണ്ട നല്ല അടിപൊളിയായിട്ട് ശരണ്യ വെട്ടി വെള്ളത്തിലൊക്കെ ആക്കി ഇട്ടിട്ടുണ്ടല്ലേ. അപ്പൊ ഇതൊക്കെയാണ്. പിന്നെ എന്നാ നമുക്കിത് കറി വെച്ചേക്കാം അല്ലേ? എവിടം വരെ അമ്മയുടെ പരിപാടി? എവിടം വരെ? ഇഡലിപ്പാത്രം കയ്യിൽ പിടിച്ചിരിക്കണം. അത് അടുപ്പ വെക്കാൻ പോകും. ആഹാ ഒരടുപ്പ കറിയും വെക്കാം, ഒരടുപ്പ അതും. ഓ ഉച്ചക്കത്തെ കറിയായി 4 മണിക്കത്തെ കടിയായി. കാപ്പിയും കടിയായി 4 മണി. ഓക്കെ കൂട്ടുകാരെ അങ്ങനെ ദേ ശരണ്യതേ മാങ്ങ എടുത്ത് അയിലക്കിടാൻ നല്ല പച്ച മാങ്ങായ. ആ മാങ്ങ ഒന്ന് ഓടിപ്പൊക്കി കാണിച്ചേ കണ്ടാ. അങ്ങനെ മാങ്ങായുണ്ട്. പിന്നെ പയറ് തോരൻ വെക്കാം. പിന്നെ ഉള്ളത് ബീറ്റ്റൂട്ട്. ആ ആ എല്ലാം ഇരിക്കട്ടെ. ബീറ്റ്റൂട്ട് അച്ചാറിടാം നമുക്ക്. ആ പിന്നെ എണ്ണ ചെലവുണ്ടേ. എണ്ണക്കലുണ്ട്, എല്ലാത്തിനും എണ്ണ വേണം. എന്നാ ശരി ഞാനത് തൊലി ചെത്തി തരാം മാങ്ങ. എന്തോ ഞാൻ ചെത്തി തരാം. അപ്പൊ ആരായി ഞാൻ കൊടുക്കണം. ശരി അച്ഛൻ്റെ ഈ കൊടുത്തു. ഞാൻ പയറും അച്ഛനെ കൊണ്ടടിക്കും. പയറല്ല ഞാൻ പറഞ്ഞത്. ഈ അച്ഛൻ ഇതെങ്ങനെ കേട്ടു വന്നു ഇത് തൊലി ചെത്തണം? ഞാനവിടെ എനിക്ക് കേൾക്കാൻ ചെവിക്ക് കുറവുണ്ടാക്കാളാ. ഞാൻ കേട്ട് ചേട്ടൻ പറഞ്ഞ പിന്നെ ആ ചെത്തണ സാധനത്തേട്ട് ഞാൻ ചെത്താൻ ഞാൻ അതാണ് നോക്കണത്. ഫോണിന്റെ അടുത്ത് തൂക്കിയിട്ടേക്കോ. ഞാൻ അതിന്റെ നോക്കുന്നില്ല. മുറ ഇരിക്കുന്നു, പേസ്റ്റ് മുറ. വേസ്റ്റാണ് മുറ. മുറം വേസ്റ്റായി. അപ്പൊ ഇത് മുറ ഉൾപ്പെടാനാ കേട്ടോ കളയുന്നത്. അപ്പൊ ഞാൻ ചെത്തി തരാന്ന് പറയുന്നത് എളുപ്പം കാര്യം നടക്കും. ചാറിനൊക്കെ ചെത്തി തേക്കണ്ട. അതെ ഞാൻ പയറും കൂടെ എറിഞ്ഞാൽ എനിക്ക് ഉപകാരം. പയർ ഇത് കൊണ്ടല്ല ഇരിക്കണത്. എല്ലാത്തിനും ഉപകാരമല്ലേ ഉള്ളു, വേറെ ഒന്നും ഇല്ലല്ലോ. ഞാനിത് പറഞ്ഞു പോയി. അല്ല ഇത് കൊണ്ട് ചെത്തിയാ നല്ല നല്ല ഇതായിരിക്കും അല്ലേ? അതെ അതെ അതെ. ഒന്നും പോക്കുമില്ല. അച്ഛന്റെ കയ്യിലാകുമ്പോ ഒതുങ്ങും, നമ്മുടെ കയ്യിലൊന്നും ഒതുങ്ങത്തില്ല. ചെത്തിട്ടെന്താ പോലെ പിന്നെ ഒരു മനുഷ്യനാ. ആ ശരണ്യ എന്താ ഈ ഉടുപ്പ് എത്രയും വേഗം മാറി. എനിക്ക് ഈ ഉടുപ്പ് ഇഷ്ടമല്ല. ആ എനിക്ക് ഇഷ്ടമല്ല ഈ ഉടുപ്പ്. ആ ശരണ്യ ഉടുപ്പ് മാറിയിട്ട് വാ. അതെ, ഈ മീൻകാരൻ അടുപ്പേ വെച്ചിട്ട് പോവാം, അല്ലെങ്കിൽ പിന്നെ
വൃത്തിയാവും. ആ അതെ. ആ ഏതായാലും മാറ്റി. തന്നെ എന്താ ഇനി ആ ഉൾപ്പെടേണ്ട ആ ഉൾപ്പെടെ കളഞ്ഞു. അത് മീൻ വെട്ടാനാണ് ഉപയോഗിക്കണം. അച്ഛാ? മീൻ വെട്ടാൻ നേരത്താണ് കൂടുതൽ ഉപയോഗിക്കണം എന്നൊക്കെ പറയണം. ആ അതിന് വേണ്ടിയാണ് തന്നെ ചെയ്യല്ലേ. ആ അതെ തന്നെ ഒരെണ്ണം പറ്റി എത്തിയാൽ മതി തന്നെ ആ, അവിടെ മതി. ചെയ്യണ്ട. അടിപൊളിയായിട്ട് ചെത്തിയിട്ടുണ്ടല്ലേ? അല്ലേ അതിന്മേ തൊലിയിരിക്കണം. എവിടെ അത് നല്ലപോലെ ചെത്ത്. ഞങ്ങൾക്ക് തോന്നണ ഷീഡ് തോന്നണ ഇത് കണ്ട അങ്ങനെ ഒരു മഴ വരുമ്പോ രണ്ടുപേരും പോയി തുണി എടുത്തോണം. കാണണ്ട മഴക്കാലം. തന്നെ ഇത് മതിയാ. ആ, മതി. ബാക്കി എത്ര അച്ചാറിന് വേണം ഇനി? അട മടക്കിയാണ് അച്ചാറിടാൻ അടമടക്കിയ ആ നേരത്തെ അവിടെ അടമടക്കി. ആ ഇവിടെ അമ്മ കണ്ട അട മൂലട എന്നും പറയും, വത്സനം എന്നൊക്കെ പറയും. ഓരോ നാട്ടിലും പല പേര്. നമ്മൾ അടയെന്ന് തന്നെയാണ് അല്ലേ പറയണത്? നമ്മൾ വേറെ വല്ലതും പറയാറ്. മൂലാട. അല്ല, സമൂസ. അല്ലെങ്കിൽ ഓലപ്പടക്കം. പിന്നെ വത്സനം എന്നൊക്കെ പറയല്ലേ? ദൈവമേ അതെന്നാണ് കാണിച്ചത്? മീൻ വെട്ടിപ്പിച്ച. അത്ര മുറിച്ചാ ശരണ്യ? ആ. അച്ഛനത് കണ്ട് ചെന്ന് അതെ. അപ്പൊ അതെ ആ നേരത്തെ അമ്മ അവിടെ അട ചെയ്തോണ്ടിരിക്കണം. അപ്പൊ ഞങ്ങളുടെ അച്ഛൻ്റെ കൂടെയും പാചകമാണ്. അച്ഛനാണ് ഇനി മീൻകറി വെക്കാൻ പോകുന്നത്. ഞാനല്ലേ എനിക്കൊരു ഫോൺ വന്നിട്ടുണ്ട്. ആ എന്നാ പോയി ഫോൺ എടുക്ക്. അങ്ങനെ ഫോൺ വന്നത് എടുത്തു കഴിഞ്ഞപ്പോ അതേ മാങ്ങ അരിഞ്ഞു തീർന്ന. അതിന് വേണ്ട, പുളി ഉണ്ടെങ്കിൽ എവിടെ മാങ്ങ അരിഞ്ഞത്? ഇത് മതി, സരസേ. അങ്ങനെ മാങ്ങയൊക്കെ അരിഞ്ഞതേ കണ്ട സരസേ, ഇത് പോരെ, അടിപൊളിയായിട്ട് അത് പോരെ, സരണ്യ. നല്ല പുളിയുണ്ടാന്ന് നോക്ക് മാങ്ങ. ഇച്ചിരി തിന്ന് നോക്ക്, ഒരു അച്ഛൻ തിന്നോ? ആ, ഇച്ചിരി പുളിയുണ്ടാ. അമ്മേ എവിടം വരെ? അമ്മയുടെ പാചകം എവിടം വരെ? അമ്മയുടെ പാചകം നോക്കട്ടെ. അവിടെ ചെറുത് കട്ടല്ല. അത്ര മാങ്ങ മതി കേട്ടാ. അതെ പുളിയല്ല നല്ല പുളിയാ. ആ പോയി മേടിക്കണേ ആ അല്ലേ? അതെ. അപ്പൊ നമുക്ക് ഇന്നും പോയി മേടിക്കാം. പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ആ, നിങ്ങൾ ചെറുപ്പത്തിൽ സൂപ്പർ മാർക്കറ്റിൽ മാങ്ങ തീരും. നമ്മുടെ ഫ്രഷ് ആൻഡ് ഫൈനിൽ നിന്ന് മേടിച്ചതാ. അപ്പോൾ ഒന്നര കടയിൽ മേടിച്ചിട്ട് അതെ. ഞങ്ങളെ പാന്തെഴുത്ത് വഴി വന്നപ്പോ അവിടെ പാന്തെഴുത്ത് ഫ്രഷ് ആൻഡ് ഫൈനിക്ക് അറിയാം. കയറിയതാ. പിന്നെ ഞാൻ പരസ്യം പറഞ്ഞല്ല കേട്ടാ കൂട്ടുകാരെ, നമ്മൾ മേടിച്ച സ്ഥലം പറഞ്ഞേ ഉള്ളു. കണ്ട കണ്ടാ ശരണ്യ ആരും നീളയില്ല. എനക്ക് ഇലക്ക നീളയില്ല എന്ന് പറയണ്ട, ഞാൻ വെച്ചേക്കാം. എനിക്ക് എത്ര നടത്തുന്നല്ല അതിങ്ങനെ വലുത് കഴിയും. ആ കൊള്ളാം. ഇതാ, ഇവിടെ. അച്ഛനെ ഞാനല്ലേ വിളിച്ചത്? അതിനെന്താ? കണ്ടാ? ഞാൻ വിളിച്ചപ്പോ അമ്മ മുതലെടുത്തു. അല്ലേ അച്ഛൻ ഇത് മടക്കി തന്നെ. അതിന്റെ ഇടക്ക് കൂടി കയറിപ്പോ. ഇതെന്നാണ് ഈ കാണിക്കണം? ഉള്ളി എടുത്താൽ മതി, എടുത്ത് കയറിയതാണേ. ആ അങ്ങനെ വരത്തി. ആ കൊള്ളാം. എന്ത് നെക്കാണ് ആടേട്ട് നെക്കിയത്? ഇച്ചിരി ഇടങ്ങൾ വേണം അല്ലേ? അമ്മ മാങ്ങയൊക്കെ ചവച്ചണ്ടാണ് പറയണത്. അല്ല പുളിയെണ്ണ നോക്കാൻ ആ, പറ്റും. ഇച്ചിരി നീളമുള്ള എടുത്താ പോരാ ഇത്. അപ്പൊ ഇത് പുളി വരും ചവക്കണം. അതെ. അങ്ങനെ ഇതില് ഓരോ മുന്തിരിയൊക്കെ വെക്കണം അമ്മ. ഉണക്ക മുന്തിരിയൊക്കെ വെക്കണം, എന്നാലേ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വെച്ച എന്നാ ടേസ്റ്റ്. മുന്തിരി ഉണ്ടാവും. ആ വല്ല കടയിലും മേടിക്കണം, എന്നാലും ഉണ്ടാവും. മുന്തിരിയുടെ സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് മുന്തിരി ഇരിപ്പുണ്ട്, തരികയല്ല ചരണ്യ. ഞാൻ തട്ടില്ല. അതാ എനിക്കറിയാം, ഞാൻ ചെറുക്ക് ഇപ്പൊ ഞാനിത് ഇച്ചിരി ആ ചക്ക കണ്ടിട്ട് ഞാനിത് തയ്യാറാക്കിയതാ. ശരണ്യ ഉണക്കമുന്തിരി ഇടാൻ പറ. ഏ വേണം കൂടി ഇച്ചിരി ഇട്ടോ. ഇത് കണ്ട ജന, ഇത് കണ്ട ജന, എന്തായാലും കൂടെ കണ്ട് പഠിച്ചനെ. എവിടെ ഞാനൊന്ന് കൂട്ടുകാരെ കാണിച്ചു കൊടുക്കട്ടെ അച്ഛൻ വെക്കുന്നതൊക്കെ. കണ്ട ദേ കണ്ടാ കൂട്ടുകാര്, ദേ ഇങ്ങനെ അടയൊക്കെ കണ്ട ആവി വരാൻ തുടങ്ങി. ഇത് പകുതി വെന്തെന്നാലും ഇവര് ബാക്കിയുള്ളതൊക്കെ ചെയ്ത് തീരുവാന്ന് ദൈവത്തിനറിയാം. ചന്നി എന്തടിക്കാണ്? ചുവന്നുള്ളി എടുത്തില്ലേ? ആ അത് താഴെ വെച്ചല്ലേട്ടാ, പാത്രം ഇതിനകത്ത് ഇരിപ്പുണ്ടേ. ആ ആ ആ അത് വേണം. ഭയങ്കര പാചകത്തിലാണ്. എന്നാ അങ്ങനെ പാചകം നടക്കട്ടെ. ആരാ പാചകത്തിന് ആദ്യമേ പണി തീർക്കുന്ന ആരെയാ നോക്കട്ടെ. ആ ഇത് സമ്മാനം. അതട തന്നെയാണ്. പെട്ടെന്ന് ഇപ്പൊ ദേ ആവി വരാൻ തുടങ്ങി. ഉള്ളിയൊക്കെ പൊളിച്ചിട്ടാ. ആ, ആഹാ കൂട്ടുകാരെ ഇത് കണ്ടത് നല്ല ഭംഗിയുണ്ട്. ഉള്ളിയൊക്കെ പൊളിച്ച് ഉള്ളിയും മാങ്ങായും പച്ചമുളകും എല്ലാം ഇട്ടിട്ടുണ്ട്. ഈ മീൻ പെറുക്കി ഇടണം. ഇനി മീൻ മറക്കിന്റെ മുളക് പൊടി ഇടണം. ആ അടിപൊളി. മഴ വരുന്നുണ്ടോന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ആ എന്താണ് തുണി കിടപ്പുണ്ട് മുറ്റത്ത്, അവിടെ കണക്കെടുത്തോണ്ട് പോയി. ഇലയുടെ
അമ്മതേ വാഴയില എടുത്തിട്ടൊക്കെ അമ്മ എല്ലാം എടുത്ത ഞാനാണ് എടുത്ത് കൊടുത്തത്. ആ അതെ ഇത് കണ്ട ഇത് നമ്മുടെ മുളകിലി വെക്കണ പുതിയ തരം ശരണ്യയുടെ അയിലക്കറി. പുതിയ തരം എന്ന് വെച്ചാൽ അല്ല പിന്നെ മുളക് മുളകിൽ വെക്കാൻ പോകും. മുളക് തീറ്റിച്ചു. ആഹാ കേട്ടല്ല എല്ലാരും മുളക് തിന്നു. അല്ലാതെ മകളും തിന്നാൻ മുളക് തന്നെ. ഞാൻ തിന്നാൻ പോകുന്നതാ. ഏ? ഞാൻ തിന്നാൻ പോകും. അത് എനിക്ക് പച്ചക്കറിയാണ് കേട്ടാ. അയല മീന് എനിക്ക് മീൻ വേണ്ട. വേണ്ട. എനിക്ക് മീൻ വേണ്ടാഞ്ഞിട്ടാണ് ഇന്ന്. തേങ്ങ അരച്ച് കറി വെക്കാത്ത എനിക്കിന്ന് മീൻ വേണ്ട. കാരണം എനിക്കിന്ന് പച്ചക്കറിയാണ് എനിക്ക് ഏറ്റവും ഞാൻ ഇഷ്ടം. പച്ചക്കറി വെക്കുന്നില്ല. അപ്പോഴാ പച്ചക്കറി വെച്ചില്ലെങ്കിൽ ഞാൻ തിന്നിയേയില്ല. അപ്പോഴാ വാശിയാണ്. വാശിയല്ല. പിന്നെ ഇത് തീർന്നില്ല അച്ഛാ. ഇല്ല, ഇല രണ്ടാമതൊക്കെ കഴിക്കുന്നത്. ആ നേരാണല്ലോ. ആ ഏതായാലും നോക്കാം, കറി വെച്ച് കഴിയുമ്പോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്നിട്ടൊക്കെ കഴിക്കണ കാര്യമൊക്കെ ഞാൻ തീരുമാനിക്കാം കേട്ടാ. അമ്മ എന്തൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്. എന്താണ് അമ്മ ഞങ്ങളോടാണോ പറഞ്ഞത്? അല്ലേ, ഞങ്ങളോടല്ലേ പറഞ്ഞത്? അല്ലേ ഞാനടുത്ത് കൂട്ടുകാരോടാണ് പറഞ്ഞത്. അച്ഛനോട് ഇത് നേരെ വെക്കണമെന്ന് പറഞ്ഞത്. ആ ശരി ശരി. അല്ലേ മറിഞ്ഞു പോകേ. അതെ പച്ചമുളകൊക്കെ ചേർക്കണല്ലോ ചേട്ടന്. അച്ഛാ അപ്പൊ അതിന് കൂടെ അതിനകത്ത് നല്ല അച്ഛനാണ്. ചേട്ടന് എന്താ പച്ചമുളക് കിടക്കണം. അതിൽ ഇട്ടേ മിച്ചം വന്നു. നല്ല അച്ഛാ പോവല്ലേ. നല്ല നല്ല അച്ഛൻ. എന്തിനാ? അപ്പൊ വയറഞ്ഞോ. അപ്പൊ നിങ്ങൾക്ക് കഴിയല്ലേ ഇത്? ഞാൻ ഓരോ പണി ചെയ്തോണ്ടിരിക്കുവല്ലോ അച്ഛാ. അല്ലെ അടുക്കള പണി മുഴുവൻ എന്നെ ഏൽപ്പിച്ചാൽ തീരുമാനിച്ചു. ആ അല്ല ഇനിയിപ്പൊ അച്ഛനോട് ഉണ്ടല്ലോ. അല്ലെ ഞങ്ങൾക്ക് പോണേ, ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് സെയില് പോണേ. വെയില് പോകേണ്ടതാണ്. ചിലപ്പോ നിങ്ങൾ കറി വെക്കണോ കഴിക്കണോ? ആ കറി വെക്കണോ? ഞങ്ങള് 4 മണിക്ക് അട തിന്നാനൊന്നും അത് പോകുമ്പോ ഞങ്ങള് സെയില് പോകും. 4 മണിക്കടാ തിന്നാൻ വന്നിട്ട് കഴിച്ചാൽ മതി. ആ അത്രേ ഉള്ളു. അതല്ല ചോറും കറിയും തിന്നണം. ഇതന്നെയാണ് കൂട്ടുകാരോട് പറഞ്ഞില്ലേ ശരണ്യ എന്നെ എടുക്കണം എന്നൊന്നും. പരിപാടി ഇല്ല. ഞാൻ ഈ ചുമന്നുള്ളി ഒന്ന് ചതച്ചെടുക്കാൻ പോകും. ചുമന്ന ഉള്ളി ചതച്ചെടുക്കണം. ആ ചതച്ചെടുക്കും എന്നാ. അച്ഛൻ എന്നാണ് ചെയ്യണ്ടെന്നാ പറഞ്ഞ? ഞാൻ ഒന്നത് അവിടെ പോയി ഇരിക്കാൻ പോയി നല്ല പോലെ. ആ അതാണോ ശരണ്യ പറഞ്ഞത്? അല്ല പയറ് തോരൻ വെക്കാൻ വേണ്ടി അരിഞ്ഞു തരണം. ആ ഏതായാലും എന്നോട് പറയല്ല, അച്ഛനോട് പറയുള്ളൂ പറയാനുള്ളതൊക്കെ. അച്ഛനല്ല അച്ഛനും അല്ല മോനല്ലേ മുട്ടായി മേടിച്ചത്. അവരച്ഛനും മകളും കൂടെ നല്ല കൂട്ടല്ല. സ്നേഹത്തിലല്ലേ അവര്. ഇത് കളിക്കാം. പയറ് ചട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആ അടുത്ത ചട്ടി. അടുത്തത്. ആ, ഓരോ സ്ഥലത്ത് പോകുമ്പോ ഓരോ സാധനം മേടിച്ചതിനെ കൊടുക്കും. അത് ഇച്ചിരി കഴിയുമ്പോ കാണില്ല പൊട്ടിച്ചൊക്കെ കളയും മക്കളെ. ഇവര് ഫസ്റ്റ് പാർട്ടിയാണ് ഇവര്. അല്ല ഏറ്റവും കൂടുതൽ ചട്ടി പൊട്ടിച്ചാരമ്മ ഞാനല്ല. പിന്നെ അപ്പൊ അമ്മ അപ്പൊ അമ്മ പൊട്ടിച്ചതാ. ഞങ്ങൾ പൊട്ടിച്ചെന്ന് പറയാനില്ല. ഏറ്റവും കൂടുതൽ കാസ് പൊട്ടിച്ചു തരാ അച്ഛൻ. കാരണം എനിക്ക് ഇവിടെ ചായാടിയാണ് പണി. അല്ല അച്ഛൻ നിങ്ങൾ ഓരോന്നെടുത്ത് പൊട്ടിച്ചിട്ടില്ലേ? പിന്നെ അപ്പൊ കൂട്ടുകാരെ ഇനി ഈ പയർ കൂടിയൊന്ന് അരിഞ്ഞെടുക്കട്ടെ. കുറച്ച് മതി, കുറച്ച് മതി, കുറച്ച് മതി. എന്തിനാ കുറച്ച് മതി. പിന്നെ വൈകിട്ടൊന്നും വേണ്ടേ? എവിടം വരെ ആയി ശരണ്യ? നമ്മള് ഉള്ളി ചതച്ചതിടാൻ പോവാം. ആ അല്ലേ. അങ്ങനെ ഉള്ളി ചതച്ചത് കണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മീൻകറി. അതെന്താ കണ്ണക്കടച്ച് ഉള്ളി? അപ്പൊ നമ്മുടെ അട അവിടെ ഇരുന്ന് വേകുന്നു, ഉള്ളിയും എല്ലാം കൂടി ഇരിപ്പുണ്ട്. രീതിയിലാണ് മീൻകറി ഇനി വെക്കാൻ പോകുന്നത്. ആ പിന്നെ അതിലാട്ട് ഇച്ചിരി മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അടുത്ത മല്ലിപ്പൊടി എടുത്തിട്ടുണ്ടിരിക്കുകയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്ര ഐറ്റം ചേർത്തിട്ടുണ്ട്. ഇനി അതിലാട്ട് മഞ്ഞപ്പൊടിയും കൂടി. ഉപ്പിടമ്മ അമ്മ ഉപ്പിടാൻ അങ്ങനെ മഞ്ഞപ്പൊടിയും കൂടി അതിലാട്ട് ചേർത്ത്. മഞ്ഞപ്പൊടി ചേർത്ത് നമുക്ക് വെള്ളം വെച്ച് തവിട്ട് കളിച്ചെടുക്കാം. ആ ആ അങ്ങനെ ഇച്ചിരി ഉപ്പ് കൂടി അതിലാട്ട് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഇനി വെള്ളം കൂടി ചേർക്കണം അല്ലേ? പിന്നെ വെള്ളവും കൂടി അതിലാട്ട് ഒഴിച്ചോണ്ടിരിക്കും. അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കും. ഇനിയാണ് മീൻ ഇടേണ്ടത് അല്ലേ? നന്നായിട്ട് ഇളക്കി. തീ കത്തിച്ചിട്ടില്ലല്ലോ ശരണ്യ? ആ അടപ്പിലാണ് വെക്കണം അല്ലേ? അതെ അച്ഛൻ്റെ പയറഴിയാതെ ഇല്ല, അടപ്പ് കത്തിക്കാൻ പോയി.
അരപ്പ് തിളച്ചിട്ട് അച്ഛാ അച്ഛൻ ഫുള്ള് പാചകം ഏറ്റെടുത്ത അച്ഛൻ ഞാനടുത്ത് വയറരിഞ്ഞും പോകുന്നു. അടുപ്പാക്കട്ടെ. അല്ല മീനിടണ്ടേ? അല്ല തിളച്ചിട്ട് മതി. നമ്മളെപ്പോഴും കൂട്ടുകാരെ തിളച്ച് കഴിഞ്ഞാൽ ഇടാവുള്ളൂ. എന്നാ തിളക്കട്ടെ. തിളച്ചിട്ടാ അച്ഛൻ അങ്ങനതേ പതിവ് പോലെ പയറൊക്കെ അരിഞ്ഞ് തുടങ്ങണം. കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ കറിയൊക്കെ തിളച്ചണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരണ്യാണെങ്കിൽ ഇതേ അയിലയൊക്കെ പെറുക്കി അതിലേക്ക് ഇടുന്നു അല്ലേ? അപ്പം ഈ അയിലയൊക്കെ പെറുക്കി അതിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ട എല്ലാരും പറഞ്ഞ പോലെ നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ ഇട്ടത്. അപ്പം അതാണ് ഇഷ്ടമല്ലേ? ഇപ്പം ശരണ്യ മറ്റുള്ളവർ പറയുന്ന രീതിക്കൊന്ന് ചെയ്ത് നോക്കുക അല്ലേ? ആണല്ലേ. ഇനി അപ്പം കുറേ നേരം ഇരുന്ന് തിളച്ച് പറ്റണം. ഇത് വേഗണമല്ല. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നറിയോ? അരപ്പിന്റെ തേങ്ങയുടെ ഇതും എണ്ണയും തെളിയും മീനൊക്കെ പിടിക്കും. അങ്ങനെ ഞാൻ ചെയ്യും. മറ്റേതാകുമ്പോ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് നല്ല ഇതാകും. പറ്റി ഇതാകുമ്പോ തൃപ്തി വരത്തില്ല. ഇടക്ക് പകുതിക്ക് വെച്ച് മീൻ ഇടുമ്പോ ആ ഒരു തൃപ്തി വരുന്നത്. നമ്മൾ ചെയ്ത് ശീലിക്കുന്ന പണിയാണെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ എളുപ്പമാണ്. അതെ, ചെറിയ മീനിനാണ് ശരണ്യ അങ്ങനെ കമന്റ് വന്നത്, പകുതിക്ക് വെച്ചിടണമെന്ന്. അപ്പൊ ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലേ? എന്നിട്ട് ഇത് ഒന്ന് പറ്റിയിട്ടൊക്കെ കാണിക്കാം. നന്നായിട്ട് പറ്റട്ടെ ഇത് അല്ലേ? നന്നായിട്ട് വേകട്ടെ. അച്ഛൻ്റെ പയറൊക്കെ നല്ല ചെറിയ ഇതായിട്ട് തന്നെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അട വെന്തണ്ടിരിക്കുന്നു. എന്നാ ശരണ്യ പോയി ഉടുപ്പൊക്കെ മാറി. പാത്രം കൂടി കഴിയിട്ടേ ഉടുപ്പ് മാറുള്ളൂ. എന്നാ ശരി. കാരണം ഇതൊക്കെ പഞ്ചർ ഉടുപ്പാണ്. ഇതൊക്കെ മാറ്റി കള. എത്രയോ ഉടുപ്പുണ്ട്, ഇതൊക്കെ മാറ്റി. ശരി എന്നാ ശരണ്യ. അല്ലേ എവിടം വരെ ആയി? അമ്മയുടെ അമ്മയുടെയും പാചകം തീർന്ന? പിന്നെന്താ? ആഹാ, അടിപൊളി പയർ തോരനുണ്ടല്ലേ? പിന്നെ നമ്മുടെ അട അട ഈ പാത്രത്തിലോട്ട് മാറ്റിയ. അങ്ങനെ 4 മണിക്കുള്ള അട ആയിട്ടുണ്ട്. മീൻകറി നല്ല ചുമല്ല കറി. അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് സുഖം തന്നെ. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ അടുത്ത വീഡിയോക്ക് വരുന്നവരെ ബൈ.